വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ മാസങ്ങളുടെ ശേഷം പിന്നെയും വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ ഇപ്പോൾ മുംബൈയിലല്ല, ഐ മീൻ കല്യാണിലല്ല, ഞാൻ ഇപ്പോൾ പൂനെയിലാണ് ഫോർ ജോബ് പർപ്പസ്. സോ ഫ്രം ജാൻ ടു ഏപ്രിൽ ഐ സ്റ്റേഡ് ഇൻ പി ജി. നൗ ഐ എം ഷിഫ്റ്റിംഗ്. എനിക്ക് മതിയെ പി ജിയിൽ താമസിച്ചിട്ട് ബിക്കോസ് ഓഫ് a lot of things that I don't want to explain. നാളെ ഞാൻ ഫ്ലാറ്റിലേക്ക് മാറാം വിത്ത് വൺ ഓഫ് മൈ കൊളീഗ്. ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. അറിയില്ല ഞാൻ എങ്ങനെ അവളുടെ ഒപ്പം നിൽക്കും, അതൊന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എല്ലാം സാറ്റർഡേ സൺഡേ നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഓഫീസിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ വി തോട്ട് വി ക്യാൻ മൂവ് ടുഗെദർ, ഷെയറിങ് ലൈക്ക് ഫ്ലാറ്റ് മീറ്റ് കൈൻഡ് ഓഫ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലെറ്റ്സ് മൂവ്. ഒരു മാസം മുമ്പേ നമ്മൾ ഫ്ലാറ്റൊക്കെ കണ്ടു, ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അപ്പനെ ടോക്കൺ കൊടുത്തു. ആൻഡ് ബൈ ദ വേ ഇറ്റ്സ് എ റെൻറ്റഡ് ഫ്ലാറ്റ്. പക്ഷേ ദാറ്റ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ന്യൂ. ഓണർ ജസ്റ്റ് പൂജ ചെയ്ത് അങ്ങനെ വെച്ചൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആരും യൂസ്ഡ് ഹൗസ് അല്ല അത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറേ പാക്കിംഗ് ഒക്കെ ചെയ്യണം. ബിക്കോസ് ഡ്രസ്സുകളൊക്കെ ഇവിടെ വന്നിട്ട് കുറേ ഡ്രസ്സ് വാങ്ങി. അപ്പോൾ അതൊക്കെ ഇനി ബാഗിൽ എങ്ങനെ വെക്കുമെന്ന് എനിക്കറിയില്ല. ആൻഡ് the best thing is tomorrow my sister is coming and I'm too excited. നാളത്തെ നമ്മൾ നാളെ കാണാം. ഇപ്പം നമുക്ക് പാക്കിങ് ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും ഡിന്നറിന് ഐദർ സാൻഡ്വിച്ച് ഓഫ് ഫ്രൂട്ട് കട്ട്സ്, ദാറ്റ്സ് എ റൈറ്റ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കൊണ്ടുവന്നില്ല. ഇനി ഞാൻ എന്താ പറയുക, ഒരു യോഗ ബാർ കൊണ്ടുവന്നു. അതെല്ലാം കഴിച്ചു തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിക്ക് എനിക്ക് ഒന്നുമില്ല. അപ്പോൾ എനിക്കത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ ദിസ് പീച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ ഉണ്ടാക്കാം. നാളത്തെ നമുക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി മർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങളെയും വർപ്പിക്കാം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. അപ്പോൾ നമുക്ക് ഇനി പാക്കിങ് ചെയ്യാം. അങ്ങനെ ടൈം പാസ് ചെയ്ത് എൻ്റെ സ്റ്റോറേജും കഴിയും, എൻ്റെ സമയം വേസ്റ്റും, വേറെ ഒന്നും നടക്കില്ല. പ്ലസ് എൻ്റെ റൂംമേറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് പാക്ക് ചെയ്യാം. എൻ്റെ റൂംമേറ്റ് ബെഡ്, എൻ്റെ ബെഡിൻ്റെ മേലെ ഞാൻ ഫോൺ വെച്ചിരിക്കണേ. റൂംമേറ്റ് ടെമ്പിൾ. ഏത് ടോപ്പിക്കിന് വേറെ ടോപ്പിക്ക് മാറി. ഭക്ഷണം മേക്ക് ഷുവർ ഐ വിൽ അപ്ലോഡ് വീഡിയോസ് എവറി 2 months, 3 months. എവറി 3 months ഒരു വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഞാൻ വിചാരിച്ചു എവിടെ താമസിക്കണം അവിടുത്തെ റൂം ടൂർ തരാമെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ റൂംമേറ്റും ഇല്ല. അപ്പോൾ എനിക്ക് റൂം ടൂർ തരാൻ നല്ല എളുപ്പം ഉള്ളൊരു ജോലി ആവുമെന്ന് വിചാരിക്കുന്നു. പ്ലസ് ആ റൂമിലത്തെ ഒരു വാതിലടിച്ചിട്ട് പുറത്ത് കുട്ടീൻ്റെ ജോലി. അപ്പോൾ ഡിസ്റ്റർബൻസ് ആർക്കും ഇല്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ ഈ റൂമിൽ 201. ഇതാണ് എൻ്റെ റൂം, എൻ്റെയും എൻ്റെ ഫ്ലാറ്റ്മേറ്റ് റൂം. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. ഇപ്പോൾ കറൻ്റ്ലി ഇത്തിരി മെസ്സിയാണ്, പക്ഷേ അതൊക്കെ ക്ലീൻ. ഇവിടെ എൻ്റെ ഇത്ര ഭാഗം എൻ്റെയും ഇത്ര ഭാഗം എൻ്റെ റൂംമേറ്റും. ഇത് റൂംമേറ്റ് ബെഡ്, റൂംമേറ്റിൻ്റെ ഒക്കെ റൂംമേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്താ ചെയ്ത് വെച്ചിങ്ങനെ എൻ്റെ ബ്രഷും പൗഡറും ഒക്കെ. പക്ഷെ ഓക്കെ, എവറിത്തിങ് എഴുതി. പിന്നെ ഇവിടെ കോമൺ വാഷ്റൂംസ്, വാഷിംഗ് ബേസിൻ. ഇവിടെ 2 ബെഡ് ഉണ്ട്. പ്ലസ് ഇവിടെ കണ്ടോ 2 ബെഡ്. പിന്നെ ഈ റൂമിലുണ്ട് ബെഡ്. ഇപ്പോൾ അതില്ലാത്ത വാതിൽ അടിച്ചിട്ടൊക്കെ. ഇതാണ് കിച്ചൺ. 2 മെസ്സി. വാഷിംഗ് മെഷീൻ, കോമൺ വാഷിംഗ് മെഷീൻ. ഇത് വേറെ ആരുടെ സ്റ്റൗ, ഇത് എൻ്റെ സ്റ്റൗ. ഇത് ആരോ വെച്ചിട്ടുണ്ട് മേലെ. പിന്നെ ഇതെൻ്റെ റൂംമേറ്റ് അല്ല, ഇത് മറ്റേ റൂമിലത്തെ കുട്ടിയുടെ ഇതാണ്. ഇത് അവരുടെ ഒക്കെ പാത്രങ്ങളൊക്കെ. എൻ്റെ പാത്രം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പാത്രം, ഇത് മാത്രം. പിന്നെ ഇതൊക്കെ അവരുടെ സാധനങ്ങളാണ്. പിന്നെ ഉള്ളത് ഇവിടെ ബൈ ദ വേ എനിക്ക് ഡ്രസ്സുകളൊക്കെ കഴുകണം. പിന്നെ ഇവിടെ ഡ്രസ്സ് ഇങ്ങനെ, ദിസ് ഈസ് ബാൽക്കണി വേർ വി ക്യാൻ ഡ്രൈ അവർ ക്ലോത്ത്സ്. ആൻഡ് ഇവിടെ നമുക്ക് നല്ല വ്യൂ കാണുന്നത് മെയിൻ റോഡിലാണ് ഈ പി ജി. പ്ലസ് ഇവിടെ ഹോട്ടലാണ്, ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഒക്കെ വിട്ടിട്ട് ഞാനിപ്പോൾ ദൂരേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ ക്രഞ്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ സോയ ഉണ്ടാക്കാം. ബസ് സോയ അങ്ങനെ ബാജി പോലെ ഇത്രയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സോട്ട് ചെയ്ത് കഴിക്കാമെന്ന്. ബിക്കോസ് എനിക്കത് ഇഷ്ടമാണ്.
അടച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇനി ബാക്കിയിൽ പണി വെച്ചാൽ ഇനി കുറച്ച് എനിക്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാക്കിങ് ചെയ്യാം. വീഡിയോ ക്വാളിറ്റി അത്ര നല്ലതല്ല, പക്ഷേ സോന മറന്നു. ഇവിടെ എൻ്റെ കബേർഡ് ഉണ്ട്, എൻ്റെ റൂമിൻ്റെ കബേർഡ്, ജനല. അപ്പോൾ ഈ റൂമിൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. ഇവിടെ 2 ജനലുണ്ട്. അപ്പം നല്ലൊരു ലൈറ്റും ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലും, ഉച്ചയ്ക്കല്ല രാവിലെ നല്ല വെയിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ മറന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് സോയാ. അപ്പോൾ ഈ സോയ ആവണം നന്നായിട്ട്. അത് കഴിഞ്ഞിട്ടും ഇത് കഴിക്കാം. ഇപ്പോൾ സമയം എത്രയും ബൈ ദ വേ 8:40. അതാണ് എൻ്റെ ഡിന്നർ. ഇന്നത്തെ പാക്കിംഗ് ഒന്നും ചെയ്യാല്ലേ, ബിക്കോസ് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇവിടെയൊക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ ബാഗോ കവറോ ഒന്നുമില്ല. അപ്പം ഇനി നാളെ രേഷ്മ വന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് കൂട്ടിന് വെക്കുക. അപ്പോൾ രേഷ്മ ഒക്കെ അത് വിളിക്കുന്ന ഡംപ് ചെയ്താൽ മതിയല്ലോ, ബാഗിൽ വിളിക്കും. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കണം. വേറെ ഒന്നുമില്ല. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ. രാവിലെ എനിക്ക് കുറേ പണിയുണ്ട്. ഇപ്പോൾ വേഗം കടന്ന് ഉറങ്ങിയാലോ രാവിലെ വേഗം ഇരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ വിശേഷം, വേറെ ഒന്നുമില്ല. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. 8 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ രേഷ്മ വരും 1 മണിക്കൂറിൽ. അത് കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ ചെയ്തു നമ്മൾ ഒരു വീട്ടിലേക്ക്. സോ ഡൺ വിത്ത് ദ ഷവർ. ഇനി പാക്കിംഗ്. ഇതിന് തോന്നുന്നു ഒരു വീട്ടിലത്തെ ഫുൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കാണിച്ചു തന്നെ. സി അവിടെ ബാഗ്, കവർ, സാധനങ്ങൾ. ഇനിയോ കബഡിലുള്ളും വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇനി രേഷ്മ വന്നിട്ട് ഇതൊക്കെ പാക്കിങ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇനി എൻ്റെ കയ്യിൽ കവറാ ബാഗോ ഒന്നും ഇല്ല. ഹലോ. ഫൈനലി എല്ലാം ക്ലീൻ ചെയ്തു, കബേർഡും ഒക്കെ ക്ലീൻ ചെയ്തു. ലെറ്റ്സ് ഗോ. In 300 meters, turn left onto road number 13E. അങ്ങനെ നമ്മളെല്ലാം സാധനം കൊണ്ട് ക്യാബിൽ നമ്മൾ ആ വീട്ടിലേക്ക് എത്തി. അവിടെ പോയപ്പോൾ ഫ്രണ്ടിൻ്റെ അമ്മ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ 3 മണി 4 മണി ആയപ്പോഴാണ് നമ്മൾ പാല് കാച്ചത്. ബിക്കോസ് നമ്മളവിടെ 12:30 എത്തിയപ്പോൾ എന്തോ ഉണ്ടായിരുന്നു, നല്ല സമയമായിരുന്നില്ല അങ്ങനെ എന്തോ. അതിൻ്റെ പാലൊക്കെ കാച്ചി അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും രേഷും FC റോഡിൽ പോയി. ഇവിടെ കുറച്ച് ഫേമസ് ആണ്, ലൈക്ക് മുംബൈയിൽ തന്നെ ബാൻഡ്ര, ലിങ്കിങ് റോഡ്, അവിടെ അതുപോലെ തന്നെ FC റോഡിൽ അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ബിക്കോസ് നമ്മൾ ടയേർഡ് ആയിട്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.